ആഴ്ചയിൽ ഒരു ദിവസം ഒരു 10ഓളം മഹലിൻ്റെ ബന്ധപ്പെട്ട വിഷയമായി ബന്ധപ്പെട്ട മഹല്ല് ഭരിക്കണമെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയണം. വ്യത്യസ്ത ആശയം ഉണ്ടാവും, വ്യത്യസ്ത ആദർശം ഉണ്ടാവും. ആശയാദർശങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സമാന മനസ്സരായിട്ടില്ല, എല്ലാവരും ഒരേ മനസ്സ്, എല്ലാവരും പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത്. പക്ഷെ പള്ളികളുടെ കാര്യത്തിൽ വരുമ്പോൾ, പള്ളികളിൽ അല്ലെങ്കിൽ നമസ്കരിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ അടക്കുമ്പോൾ വ്യത്യസ്ത ആശയങ്ങളിലൂടെ ആശയത്തിനാണ് അല്ലെങ്കിൽ ആദർശത്തിനാണ് പ്രാധാന്യം നൽകി. ഇന്നലെ ഒരു പള്ളിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് ഇലക്ഷൻ നടത്തിയ പള്ളിയാണ്. അവിടെ ഭിന്നത രൂക്ഷമായിട്ടില്ല എങ്കിലും പുതിയ കമ്മിറ്റി ഒരു സമന്വയത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പഴയ കാലം അവർ മറന്നില്ല, അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഞാൻ പറഞ്ഞു, വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ പിടിച്ച പോലെയല്ല ഇലക്ഷൻ നടത്തിയ കമ്മിറ്റി വരല്ല. എല്ലാ വിഭാഗം ജനങ്ങളും താമസിക്കുമ്പോഴുന്ന ഒരു പ്രദേശമാണ് മഹല്ല്. അതിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉണ്ടാവാം, വ്യത്യസ്ത ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ടാവാം. എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് മഹല്ലിൻ്റെ ഭദ്രതയ്ക്ക് ഏറ്റവും നല്ലത്. സംഘടനക്കാൾ വലുത് ഇസ്ലാമിൻ്റെ സമുദായമാണ്. സമുദായത്തിൻ്റെ നന്മ ലക്ഷ്യം. സമുദായം കഴിഞ്ഞിട്ടേ സംഘടന വരുന്നുള്ളൂ. ഒരു മഹല്ലിൽ ചിലപ്പോൾ അമുസ്ലിമായിട്ടുള്ള ആളുകളുണ്ടാകും, അവരെയും കൂടി കൂട്ടണം. അവരുടെ ഭാഗമാണ്, ആ മഹല്ലിൻ്റെ ഭാഗമാണ് അവർ. എൻ്റെ മഹലിലുള്ള എൻ്റെ പള്ളിയുടെ അയൽവാസിയായ അശോകനോ രാമചന്ദ്രനോ മഹലിൻ്റെ ഭാഗമാണ്, പുറത്തല്ല. അവരും കൂടി ഉൾക്കൊള്ളണം. അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും അവർ മഹലിൻ്റെ സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ് അവർ. അല്ലാഹു നമ്മെ എല്ലാ രീതിയിലും അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വൈകിയ വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ISM നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഞാൻ വാക്ക് ചുരുക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.